Hi students, നമുക്ക് ഗ്രാവിറ്റേഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The tidal wave in the sea are primarily due to gravitation of it. അത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂൺസ് ഗ്രാവിറ്റി കൊണ്ടാണ് ടൈഡൽ വേവ്, ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ് ഇൻ ദ ഓഷ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ എർത്തും അതേപോലെ മൂണും തമ്മിലുള്ള ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടൈഡൽ വേവ് ഉണ്ടാവുന്നത്. ടൈഡൽ വേവ് അതായത് ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ് ഇൻ ദ ഓഷ്യൻ ഈസ് ഡ്യൂ ടു മൂൺസ് ഗ്രാവിറ്റി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Two spheres of radius r and 2r are touching each other. The force of attraction between them proportional to അല്ലേ. ഇപ്പോൾ ഒരു സ്ട്രിങ് അല്ല ഒരു സ്ഫിയർ റേഡിയസ് r ആണ്, മറ്റൊരു സ്ഫിയർ റേഡിയസ് 2r ആണ്. ഒരു ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അവർ തമ്മിലുള്ള ഫോഴ്സ് റേഡിയസിൻ്റെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ദം എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പം ആർ എന്ന് പറയുന്നത് അവരുടെ റേഡിയസിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ ഈ മാസ് m1 എന്ന് പറഞ്ഞാൽ വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയും അല്ലേ. അപ്പം നോക്കാം. അപ്പം മാസ് m1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി v1 ഇൻറ്റു ρ1, m2 എന്ന് പറഞ്ഞാൽ v2 ഇൻറ്റു ρ2 ബൈ ആർ സ്ക്വയർ. സോ ജി വോള്യൂം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ρ1, v2 എന്ന് പറഞ്ഞാൽ 4/3 പൈ, അതിൻ്റെ റേഡിയസ് 2r ആണ്, 2r ഹോൾ ക്യൂബ്, അതിൻ്റെ ഡെൻസിറ്റി ρ2 ആണ്. പിന്നെ ഈ ആർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഉള്ള ഈ ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ r + 2r 3r അതിൻ്റെ സ്ക്വയർ. സോ ജി ഇൻറ്റു 4/3 പൈ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ അതിൻ്റെ പൈ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ρ1 ഇൻറ്റു ρ2, ഇത് ആർ ക്യൂബ് 2r ക്യൂബ് വരുമ്പോൾ അല്ലേ, ആർ ക്യൂബും ഇത് 2r ക്യൂബ് എന്ന് പറഞ്ഞാൽ 8r ക്യൂബ് ബൈ 3r ഹോൾ സ്ക്വയർ അല്ലേ, അപ്പം 9r സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ ഈ ജിയും 4/3 പൈ സ്ക്വയറും ρ1 ρ2ഉം 8ഉം ബൈ 9 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആറിൻ്റെ ടേംസിൽ ആർ ക്യൂബും r⁶, ഇവിടെ r സ്ക്വയർ അല്ലേ. അപ്പം ഇത്രയും ആൾക്കാർ കോൺസ്റ്റൻറ്റുകളാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു r⁶ഉം r⁴ഉം r⁴ എന്ന് പറയാം. സോ എഫ് പ്രൊപ്പോർഷണൽ ടു r⁴. അപ്പോൾ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു, ഇപ്പോൾ 6ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 - 2 4. അപ്പം എഫ് പ്രൊപ്പോർഷണൽ ടു r⁴. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഐഡന്റിക്കൽ സ്ഫിയേഴ്സ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്⁴ ആയിരിക്കും. ഇവരുടെ സെപ്പറേഷനും ഇവരുടെ റേഡിയസും ഒക്കെ എന്താണെങ്കിലും, ഇപ്പോൾ റേഡിയസ് ഒന്ന് 6 ഒന്ന് 2r ഒന്ന് 6 ഒന്ന് 3r, അപ്പോൾ 3 ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഈ കോൺസ്റ്റന്റ് മാറും എന്നേ ഉണ്ടാവുള്ളൂ. ഈ ഒരു റേഡിയസ് പ്രൊപ്പോർഷണൽ ടു 4 തന്നെയായിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. A body of mass m moved to a height h equal to the radius of earth. The increase in potential energy. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു a body is taken from earth's surface to a height equal to n times the radius. The change in potential energy or increase in potential energy equal to n/n+1 mgr. ഷോർട്ട് കട്ട് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോഡി ഓഫ് മാസ് m ഈസ് മൂവ്ഡ് ടു എ ഹൈറ്റ് h ഈക്വൽ ടു ദ റേഡിയസ് അല്ലേ. ഹൈറ്റ് h ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ n-ന്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു n/n+1 mgr എന്നുള്ളത് 1/1+1 mgr അല്ലേ, അതായത് 1/2 mgr. അടുത്തത്, സൺ ഈസ് അബൌട്ട് 330 times heavier and 100 times bigger than Earth. Okay.
Then the ratio of mean density of sun to earth, അതായത് ഇവിടെ mass of sun is equal to 330 times mass of earth എന്ന് തന്നിട്ടുണ്ട്. Radius of sun is equal to 100 times radius of earth എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Acceleration due to gravity is equal to gm by r square, അല്ലേ? Equal to നമുക്കറിയാം g, മാസ് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ബൈ ആർ സ്ക്വയർ. സോ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് ആണ് ഇൻറ്റു റോ ബൈ ആർ സ്ക്വയർ. അതായത് gm by r square, g is equal to gm by r square is equal to, ഈ ആർ സ്ക്വയറും ആർ ക്യൂബും ക്യാൻസൽ ചെയ്താൽ 4/3 പൈ ആർ റോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് ഡെൻസിറ്റിൻ്റെ റേഷ്യോ ആണ്, അല്ലേ? സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു gm by r സ്ക്വയർ. ഈ ഒരു ആറും കൂടെ വരുമ്പോൾ ഒരു 6, ഈ 3 ഇതിങ്ങോട്ടേക്ക് പോകും, 4 അടിയിലേക്ക് വരും, പൈ അടിയിലേക്ക് വരും, ഈ ഒരു 6ഉം ആർ സ്ക്വയറും ആർ ക്യൂബ് ആകും, പിന്നെ ജി വരും. ഓക്കെ, സോ റോ ഇസ് ഈക്വൽ ടു ജിയും 3g 4 പൈ ജി കോൺസ്റ്റൻ്റ് അല്ലേ, പിന്നെ എം ബൈ ആർ ക്യൂബ് എന്ന് വരും, ആർ സ്ക്വയറും ആറും, അല്ലേ? ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എം ബൈ ആർ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് ദ സൺ ബൈ ഡെൻസിറ്റി ഓഫ് എർത്ത്, അങ്ങനെയല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? സൺ ടു ദാറ്റ് ഓഫ് എർത്ത്, അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് സൺ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സണ്ണ് ബൈ റേഡിയസ് ഓഫ് സണ്ണ് അതിൻ്റെ ക്യൂബ് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് അതിൻ്റെ ക്യൂബ് ബൈ മാസ് ഓഫ് എർത്ത്. അങ്ങനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് സൺ ബൈ ഡെൻസിറ്റി ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ 330 ടൈംസ് മാസ് ഓഫ് എർത്ത് ആണ്, 330 ടൈംസ് മാസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ 100 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത് അതിൻ്റെ ക്യൂബ് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ക്യൂബ് ബൈ മാസ് ഓഫ് എർത്ത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. സോ റേഡിയസ് ഓഫ് സൺ ബൈ റേഡിയസ് ഓഫ് എർത്ത് 330 ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ക്യൂബ്. ഇത് 100ൻ്റെ ക്യൂബ്, 100 എന്നാൽ 10 സ്ക്വയർ ആണ്. 10 സ്ക്വയറിൻ്റെ ക്യൂബ് എടുത്താൽ 10⁶ ക്യൂബ്. ഇത് രണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റോ എസ് ബൈ റോ ഇ ഈസ് ഈക്വൽ ടു 330 ഇൻറ്റു 10⁻⁻⁶. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഇതിന് നമുക്ക് എന്ത് എഴുതാം? 3.30 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. 3.3 ഇൻറ്റു 10⁻⁻4 അതാണ് ഇതിൻ്റെ റേഷ്യോ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. A uniform ring of mass m and radius r is placed directly above a uniform sphere of mass 8m and same, അല്ലേ? അപ്പോൾ ഒരു 8m ഉള്ള സ്ഫിയർ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി അബോവ് ആയിട്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട്. ദെൻ √3r, അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് √3r ആണ്. d is equal to √3r ആണ്. The gravitation attraction between the sphere and ring. ഓക്കെ, ഇവർ തമ്മിലുണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിങ് മൂലം റിങ്ങിൻ്റെ ഡി ഡിസ്റ്റൻസ് എപ്പാർട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്.
ജി, ഇപ്പോൾ ഈ റിങ്ങിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ജി എം ഡി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റേസ് ടു 3/2. ഈ ഒരു ഇക്വേഷനൊക്കെ ഞാൻ ഇനി ഒരു സെഷനിൽ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ ബോർഡ് എക്സാമിന് വരുന്നതല്ല, പക്ക എൻട്രൻസ് ആണ്. അപ്പോൾ എൻട്രൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സെക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷൻ ഇൻറ്റൻസിറ്റിയും ഒക്കെ വേരിയസ് ബോഡികളുടെ കേസിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം തൽക്കാലം ഇപ്പോൾ നിങ്ങളിതിങ്ങനെ ഓർത്തു വെക്കുക. ഒരു റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നും ഡി ഡിസ്റ്റൻസ് അപ്പാർട്ട് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇൻറ്റൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കാണാം. കാരണം ഈ ഫോഴ്സ് പെർ മാസ് ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് പെർ മാസ് ആണ് അല്ലേ. അപ്പം ഈ ഒരു മാസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇൻറ്റൻസിറ്റിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ ഈ റിങ് മൂലം ഇവിടെ ഉണ്ടാവുന്ന, ഇവിടെ ഒരു പോയിന്റ് മാസ് ആണ്, യൂണിറ്റ് മാസ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. പിന്നെ ഈ കിട്ടിയ ഇൻറ്റൻസിറ്റിനെ ഏറ്റവും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നെറ്റ് ഫോഴ്സ് ഇവർ തമ്മിലുണ്ടാവുന്ന കിട്ടും. സോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ റിംഗ് അറ്റ് എ ഡി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ റിംഗ് ഇന്റെ ഇക്വേഷൻ ആണ് GMD by r square പ്ലസ് d square raised to 3/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഡി എന്ന് പറഞ്ഞത് എന്താണ്? √3r ആണ് അല്ലെ. ഈ സെന്റർ മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം √3r ആണ്. സോ G ഇൻറ്റു മാസ് ഓഫ് ദ റിംഗ് എം അല്ലേ. മാസ് ഓഫ് ദ റിംഗ് എമ്മും ഈ ഒരു ഇതിൻ്റെ മാസാണ്, അത് നമുക്ക് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, മാസ് ഓഫ് റിംഗ് എം ഡി എന്ന് പറയുന്നത് √3r ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ റേഡിയസ് ആർ സ്ക്വയർ ആണ്. റേഡിയസ് രണ്ടുപേരുതും ആർ തന്നെയാണ്. ഈ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് √3r ആണ്. വോൾ റേസ് ടു 3/2 ആണല്ലോ. സോ ദിസ് വിൽ ബി GM into √3r r square plus √3r square എന്ന് പറഞ്ഞാൽ 3r square raised to 3/2. 3r square plus r square 4r square. GM into √3r by r square plus 3r square 4r square raised to 3/2. ഈ 4r square ഞാനൊരു ടെക്നിക്ക് ചെയ്യുകയാണ്. GM into √3r. ഈ 4r സ്ക്വയറിന്റെ ടെക്നിക്ക് ചെയ്യുകയാണ് എന്താ? 2r ഹോൾ സ്ക്വയർ എന്ന് എഴുതുകയാണ്. ഹോൾ റേസ് ടു 3/2. അത് എന്തിനാണ്? കാരണം 4r സ്ക്വയറിനെ എനിക്ക് 2r ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ GM ഇൻറ്റു √3r ബൈ 2r ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. 2r ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8r³ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? അപ്പോൾ 2r അല്ലേ, 2 ക്യാൻസൽ ചെയ്യും അല്ലേ. അതായത് a സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് a³ എന്ന് എഴുതാം. നമുക്ക് a³ എന്ന് എഴുതാം. അതേപോലെയാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ 2r ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8r³. 2³ എന്ന് പറഞ്ഞാൽ 8, r³ തന്നെ. അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ GM ഇൻറ്റു √3 ബൈ 8r² എന്ന് വരും. അത്രയും ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻറ്റൻസിറ്റി ഇൻറ്റു മാസ്. അപ്പോൾ ഇവിടെയുള്ള മാസ് എത്രയാണ്? 8m ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇൻറ്റു 8m അല്ലേ. അപ്പോൾ ഈ റിങ്ങിന്റെ ഡിസ്കിന്റെ സ്ഫിയറിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 8m. ഇവിടെ ഒരു യൂണിറ്റ് മാസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇൻറ്റൻസിറ്റി. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് മാസ് അല്ല, പകരം 8m എന്നുള്ളൊരു മാസാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇൻറ്റു എം. ഇൻറ്റൻസിറ്റി എന്താ? G ഇൻറ്റു എം ഇൻറ്റു √3 ബൈ 8 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 8m ചെയ്താൽ മതി. സോ 8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ √3 G m into m square by r square. √3 G m square by r square. Option D is the right answer. Getting it? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഒരു ഇങ്ങനെ കുറച്ച് ബോഡികൾ ഞാൻ അടുത്ത സെഷനിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു റിങ്ങിൻ്റെ ഡി ഡിസ്റ്റൻസ് അപ്പാർട്ട് ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി GMD by r square പ്ലസ് d square all raised to 3/2. ഇതൊക്കെ നമ്മളിങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ഓരോ ഡെറിവേഷൻ വഴി കിട്ടുന്നതാണ്. ഇത് ബോർഡ് എക്സാമിന് ഇങ്ങനെ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാതിരുന്നത്. ഇതൊക്കെ എൻട്രൻസ് പോയിന്റുകളാണ് പക്ക. ഓക്കെ,
അടുത്ത ചോദ്യം, 6th question. Two satellites of a planet have time periods 32 days and 256 days. If the radius of the orbit of the former is r and the orbital radius of the later. അതായത് നമുക്കറിയാം നമ്മുടെ കെപ്ലേഴ്സ് ലോസിൻ്റെ 3rd ലോയിൽ T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ് എന്ന്. അപ്പോൾ ആദ്യത്തെ ടൈം പീരീഡ് 32 ആണ്, രണ്ടാമത്തെ ടൈം പീരീഡ് 256 ആണ്. ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആദ്യത്തെ റേഡിയസ് R ആണെങ്കിൽ രണ്ടാമത്തെ റേഡിയസ് R2 എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം ഇത് 32 256 നമ്മൾ 1/8 എന്ന് എടുക്കാം അല്ലേ, കാരണം 32 × 8 ആണ് 256 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R/R2 ക്യൂബ്. ഓക്കെ, സോ 1/8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/654 ആണ്, ഈക്വൽ ടു R/R2 ക്യൂബ്. ഇതൊക്കെ പെർഫെക്റ്റ് ക്യൂബുകളല്ലേ. ഇപ്പോൾ ടേക്കിംഗ് ക്യൂബ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുക. 1/64 അല്ലെ, 64 എന്തിൻ്റെ ക്യൂബാണ്? 4ൻ്റെ ക്യൂബാണ്. സോ 1/4 എന്ന് എടുക്കാം. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ R/R2. Therefore R2 is equal to 4R. R2 equal to 4R. Option C is the right answer. അപ്പം നമ്മുടെ കെപ്ലേഴ്സ് ലോസിൻ്റെ ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഓർബിറ്റൽ റേഡിയസും ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷനും തമ്മിലുള്ള ഇതാണ് T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ്. അടുത്തത് 7th question. If the radius of Earth shrink by 2%, its mass remains the same. The acceleration due to gravity of the surface. നമുക്കറിയാം acceleration due to gravity is equal to gm/r² ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് എർത്ത് shrink to 2% അല്ലേ. അതായത് ജിയും എം അവിടെ കോൺസ്റ്റന്റ് ആണ്, കാരണം മാസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാസ് റിമൈൻസ് സെയിം. അപ്പോൾ ജിയും എമ്മും കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ജി പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പം നമ്മൾ യൂണിറ്റ് മെഷർമെന്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പെർസെൻറ്റേജ് എറർ ഇൻ ജി, ഡെൽറ്റ G/G എന്ന് പറഞ്ഞാൽ ഇത് G ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബൈ R² എന്നാണെങ്കിൽ ഡെൽറ്റ G/G എന്ന് പറഞ്ഞാൽ എങ്ങനെ R² ആണ് അല്ലേ. അപ്പം 2 × Δr/r. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്ററിലായതുകൊണ്ട് R കൂടിയാൽ G കുറയും അല്ലേ, R കുറഞ്ഞാൽ G കൂടും. അപ്പം ഇവിടെ ഡെൽറ്റ G/G എന്ന് പറയുന്നത് 2 × Δr/r ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് എത്രയാണ്? ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് shrink by 2%, അപ്പോൾ 2 × 2%, അപ്പോൾ 4% ആണ് എന്തിന് വേരിയേഷൻ വരിക? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരിക. അപ്പോൾ ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ റേഡിയസ് കുറഞ്ഞു എന്നാണ് മീനിങ്. റേഡിയസ് ഡിനോമിനേറ്ററിലായതുകൊണ്ട് റേഡിയസ് കുറഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. സോ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4% എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി എക്സ്പാൻഡ് ചെയ്തതായിരുന്നെങ്കിൽ, റേഡിയസ് കൂടിയതായിരുന്നെങ്കിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ് ചെയ്യുക. സോ ഇവിടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ബൈ 4%. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യൂണിറ്റ് മെഷർമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നത് ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം, a thief stole a box full of valuable articles of weight W while carrying it on a head and jumped down from a wall of height h from the ground.
ബിഫോർ ഹി റീച്ചസ് ദ ഗ്രൗണ്ട് ഈ എക്സ്പീരിയൻസ് ലോഡ്. അതായത് അയാൾ ഫ്രീ ഫോൾ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ വെയിറ്റിൻ്റെയും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, അയാൾക്കും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഫാളിൻ്റെ സമയത്ത് അയാൾക്ക് വെയിറ്റ് ഫീൽ ചെയ്യുക. നമ്മളൊരു പെട്ടി എടുത്ത് ചാടുകയാണ്, താഴെ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ഫീൽ ചെയ്യുന്നു വരും. അപ്പം താഴെ എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യൂല എന്നാണ് അതിൻ്റെ ആൻസർ. സോ ബിഫോർ ഹി റീച്ചസ് ദ ഗ്രൗണ്ട് ഹി എക്സ്പീരിയൻസ് എ ലോഡ് 0 ആണ്. അപ്പം നമുക്ക് വലിയൊരു സാധനങ്ങൾ എടുത്ത് ചാടണം എന്നുണ്ടെങ്കിൽ, എടുത്ത് പൊന്തിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എടുത്ത് അങ്ങ് ചാടിയാൽ മതി. താഴെ എത്തുന്നത് വരെ നമുക്ക് അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യില്ല. താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. അടുത്തത് 9th question. If the distance between Earth and Sun were half of its present value, the number of days in a year would have. The same equation ആണ്. T1 by T2 is equal to R1 അല്ല T1 by T2 whole square equal to R1 by R2 whole cube. ഇപ്പം ഇവിടെ ഇനി പുതിയൊരു സിറ്റുവേഷൻ വരികയാണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, അതായത് ഓർബിറ്റൽ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ ആണ്. അപ്പോൾ R2 എന്ന് പറയുന്നത് R1 by 2 ആണ്. ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതിയാണെങ്കിൽ ഇപ്പോൾ T1 by T2 whole square equal to R2 is equal R1 by 2 ആണെങ്കിൽ R1 is equal to 2R2 എന്ന് എഴുതാമല്ലോ നമുക്ക്. അപ്പോൾ R1 is equal to 2R2 എന്ന് എഴുതാം അല്ലേ, ബൈ R2 whole cube. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ T1 by T2 whole square equal to 2 cube എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ T1 by T2 is equal to 8ൻ്റെ റൂട്ട് എന്താണ്, 2√2 ആണ്. കാരണം 8ന് നമുക്ക് എന്ത് എഴുതാം, 4 into 2 എന്ന് എഴുതാം. അതിൽ ആ 4ൻ്റെ റൂട്ട് എടുത്താൽ 2 എടുക്കാം, 2√2. Therefore T2 is equal to T1 by 2√2 ആണ്. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 365 ദിവസം ബൈ 2√2. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക, 365 by 2√2 ചെയ്താൽ നമുക്ക് കിട്ടുക 129 days ആണ്. സത്യോ? ഓക്കെ. If the radius of Earth in orbit is made 1/4, then the duration of year will become. Same type of question ആണ്. T1 by T2 whole square equal to R1 by R2 whole cube. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് 2-3 വട്ടം നമ്മൾ മെറ്റീരിയൽ ആവർത്തിച്ചേക്കുന്നത്. സോ ഓർബിറ്റൽ റേഡിയസ് ഓഫ് എർത്ത് മെയ്ഡ് 1/4, അതായത് R2 is equal to R1 by 4 ആണ്. Therefore R1 is equal to 4R2 എന്ന് പറയാം. സോ T1 by T2 whole square equal to R1 by R2 R1 പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4R2 എന്ന് കൊടുക്കാം by R2 whole cube. So R2 cancel. T1 by T2 whole square equal to 4 cube എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ ടേക്കിംഗ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ T1 by T2 64ൻ്റെ റൂട്ട് എന്താ, 8 കിട്ടും. സോ T2 is equal to T1 by 8 എന്ന് വരും. So if the radius of Earth orbit is made 1/4, T2 become T1 by 8. The duration of year ഇപ്പോൾ ഉള്ളതിൻ്റെ 1/8. ഇപ്പം 1/8 times option C is the right answer. Okay. അടുത്ത ചോദ്യം. A body falls through a distance h in a certain time on the earth. Then if the same body is released on another planet having mass and radius twice that of earth, the distance through which it falls in the same time. നമുക്ക് ടി എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു ഫ്രീ ഫോളിൻ്റെ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √2h/g ആണ്. അപ്പോൾ h is equal to half g t square അല്ലേ. അതൊന്ന് സ്ക്വയർ ചെയ്താൽ t square equal to h/g, h is equal to half g t square. അപ്പം the distance through which fall the same time അല്ലേ. ഇപ്പം ഇവിടെ എന്താണ്, released on another planet whose mass and radius twice that of earth അല്ലേ. അപ്പം mass of that planet is equal to 2 times mass of earth. radius of planet is equal to 2 times radius of earth അല്ലേ. സോ സെയിം ടൈം ആണ്. അപ്പം
ഈ ഹാഫും ടി സ്ക്വയറും അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ എച്ച് പ്രൊപ്പോർഷണൽ ടു ജി അല്ലേ. സോ എച്ച് ഓഫ് എർത്ത് അല്ലെങ്കിൽ എച്ച് ഓഫ് പ്ലാനറ്റ് ബൈ എച്ച് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു ജി ഓഫ് പ്ലാനറ്റ് ബൈ ജി ഓഫ് എർത്ത് ആണ്. ഓക്കെ, സോ ജി ഓഫ് പ്ലാനറ്റ് നമുക്ക് കാണണം. അപ്പോൾ എർത്തിൻ്റെ ജി എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ്. സോ ജി ഓഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ജി തന്നെ. മാസ് പക്ഷേ എത്രയാണ്? 2 ടൈംസ് മാസ് ഓഫ് എർത്ത് ആണ്. ദെൻ റേഡിയസ് എത്രയാണ്? 2 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത് ആണ്. സോ ജി ഇൻറ്റു 4 എം ഇ സ്ക്വയർ ബൈ സോറി ഇവിടെ സ്ക്വയർ ഉണ്ടാവില്ലല്ലോ, ജി എം അല്ലേ ഉള്ളൂ, സ്ക്വയർ ഉണ്ടാവില്ല. അപ്പോൾ 2 ഉണ്ടാവുള്ളൂ. ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആർ ഇ സ്ക്വയർ. അപ്പം ഇത് ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെതാണ്. 2/4 ക്യാൻസൽ ചെയ്ത് അവിടെ 2 വരും. അപ്പോൾ ജി ഓഫ് എർത്ത് ബൈ 2 ആണ് ജി ഓഫ് പ്ലാനറ്റ്. ജി ഓഫ് പ്ലാനറ്റ് ഈക്വൽ ടു ജി ഓഫ് എർത്ത് ബൈ 2 ആണ്. സോ എച്ച് ഓഫ് പ്ലാനറ്റ് ബൈ എച്ച് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു ജി ഓഫ് പ്ലാനറ്റ് ബൈ ജി ഓഫ് എർത്ത് ആണ്. ഓക്കെ, സോ ജി ഓഫ് പ്ലാനറ്റ് ബൈ ജി ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. സോ ജി ഓഫ് പ്ലാനറ്റ് ബൈ എച്ച് ഓഫ് പ്ലാനറ്റ് ബൈ എച്ച് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ അതിൻ്റെ റേഡിയസ് അപ്പോൾ എച്ച് ഓഫ് പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എർത്ത് ബൈ 2 ആണ്. അപ്പോൾ ഏതാ ഓപ്ഷൻ? h/2. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇക്വേഷൻ ആണ്. അടുത്ത ചോദ്യം. A planet has a mass 8 times mass of Earth and the density also equal to 8 times the average density of Earth. If g is the acceleration due to gravity on that surface, then the acceleration due to gravity on the planet surface. എർത്തിൻ്റെ സർഫേസിൽ അപ്പോൾ ഡെൻസിറ്റിൻ്റെ ടേംസിൽ 4/3 പൈ ആർ റോ ജി. അപ്പോൾ ആ പ്ലാനറ്റിൻ്റെ കേസിൽ 4/3 തന്നെ, പൈ തന്നെ. റേഡിയസ് എത്രയാണ്? mass 8 times of mass of Earth. Density also equal to 8 times average density of Earth. If g is acceleration due to gravity on the and acceleration due to gravity. അപ്പോൾ റേഡിയസ് അവിടെ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. റേഡിയസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ടേംസിൽ മാത്രം കണ്ടുപിടിക്കണം? മാസിൻ്റെയും. ഇപ്പം മാസ് ഓഫ് ദ പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു 8 ടൈംസ് മാസ് ഓഫ് എർത്ത്. Density of planet, rho of planet is equal to 8 times rho of Earth. Then the acceleration due to gravity of the planet surface. ഇങ്ങനെ, അതായത് മാസിൻ്റെയും ഡെൻസിറ്റിൻ്റെയും ടേംസിൽ റേഡിയസ് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ നോക്കാം നമുക്ക്?